കനത്ത മഴയെ തുടർന്ന് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. തലവടിയിൽ വീടുകളിൽ വെള്ളം കയറി. കുന്നുംമാടി കുതിരച്ചാൽ നിവാസികളുടെ ജീവിതം ദുരിതപൂർണ്ണം. കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. തലവടി പഞ്ചായത്തിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പമ്പാ നദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. തലവടി പഞ്ചായത്ത് 3-ാം വാർഡിൽ പൂന്തുരുത്തി, 4-ാം വാർഡ് നെരവംതറ, 7-ാം വാർഡിലെ കുന്നുംമാടി കുതിരച്ചാൽ, 10-ാം വാർഡ് മണലേൽ അംബേദ്കർ കോളനി, 11-ാം വാർഡ് പുലിത്തട്ട എന്നീ പ്രദേശങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നിരണം, തലവടി, എടത്വ, തകഴി, വിയപുരം എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. മുട്ടാർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ ജനജീവിതം ദുസ്സഹമായി തീർന്നു. തലവടി, മുട്ടാർ പ്രദേശത്തെ നദികളും തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. മഴ നീണ്ടുനിന്നാൽ തലവടിയിലെ ഒട്ടുമിക്ക വീടുകളും വെള്ളത്തിൽ മുങ്ങും. കുന്നുംമാടി കുതിരച്ചാൽ നിവാസികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. എങ്ങോട്ട് പോകാനൊക്കുന്നില്ല, സൗകര്യമല്ല. ഒക്കൊന്നും സൗകര്യമില്ല. ഞങ്ങളിവിടെ തന്നെ നിൽക്കുക. കട്ടിലെല്ലാം പൊക്കി വെച്ച്, തുണിയെല്ലാം പൊക്കി മുകളിൽ കയറ്റി വെച്ച് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു കൂടുക ഞങ്ങളിവിടെ. അപ്പർ കുട്ടനാട്ടിൽ ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന പ്രദേശമായതിനാൽ ഇവിടുത്തെ താമസക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും. ഇന്നലെ മുതലാണ് നദികളിൽ പൊടുന്നനെ ജലനിരപ്പ് ഉയർന്നത്. ഏതാനും ദിവസമായി ഇടവിട്ട് ശക്തമായ മഴ പ്രദേശത്ത് പെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ജലനിരപ്പിന് കാര്യമായ മാറ്റം കണ്ടിരുന്നില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ജലനിരപ്പ് ഉയർന്ന വീടുകളിൽ വെള്ളം കയറിയത്. പെയ്ത്തുവെള്ളവും കലങ്ങിമറിഞ്ഞ കിഴക്കൻ വെള്ളവും എത്തിയതോടെ നദികളിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയിരുന്നു. 2 ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ തലവടിയിലെ നിരവധി വീടുകൾക്ക് കേട് സംഭവിച്ചിരുന്നു. മഴ നീണ്ടുനിന്നാൽ അപ്പർ കുട്ടനാട് മുങ്ങാനാണ് സാധ്യത. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ തീരാദുരിതത്തിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. ശസ്ത്രക്രിയാ ബ്ലോക്ക്, വാർഡുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കിന് മുന്നിലാണ് മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നത്. 100 കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരും ചെളിവെള്ളത്തിലൂടെ നടന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. വീൽചെയറിലും സ്ട്രെച്ചറിലും രോഗിയുമായി വരുന്നവർക്കാകട്ടെ സർക്കസുകാരന്റെ മെയ്വഴക്കവും വേണം. ബാലൻസ് ഒന്ന് തെറ്റിയാൽ രോഗിയും സ്ട്രക്ചറും ചെളിവെള്ളത്തിൽ വീഴുമെന്ന് ഉറപ്പാണ്. വീൽചെയറും സ്ട്രക്ചറുമായി കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ റാമ്പ് സൗകര്യമുണ്ടെങ്കിലും വെള്ളക്കെട്ട് കാരണം ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ശക്തമായ മഴയിൽ ബ്ലോക്കിന്റെ മുൻഭാഗം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങും. ഇവിടെ സന്നദ്ധ സംഘടന നടത്തുന്ന ഭക്ഷണ വിതരണത്തിന് പോലും തടസ്സമാകുന്ന വിധമാണ് പലപ്പോഴും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര വീണ് അപകടം. ഷീറ്റ് പറന്നു വീണ മാതാവിനും 4 വയസ്സുള്ള കുട്ടിക്കും പരിക്ക്. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട അമ്പലപ്പുഴയിലെ കുടുംബം. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 11-ാം വാർഡ് കാക്കാഴം കിഴക്ക് പുത്തൻചിറയിൽ ഉസ്മാൻ കുഞ്ഞിന്റെ വീട്ടിലാണ് ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിയത്. ബുധനാഴ്ച പുലർച്ചെ 5:30 ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിൽ വീടിന്റെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര പറന്ന് സമീപത്തെ പുരയിടത്തിൽ വീഴുകയായിരുന്നു. ഹാളിലെ സീലിംഗ് ഫാനും ഷീറ്റുകൾക്കൊപ്പം പറന്നുപോയി. ഉസ്മാൻ കുഞ്ഞിന്റെ മരുമകൾ റഷീദയുടെ 4 വയസ്സുള്ള മകൻ അയാൻ എന്നിവരുടെ ദേഹത്ത് ഷീറ്റ് വീണ് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഉസ്മാൻ കുഞ്ഞും ഭാര്യ ആബിദ ബീവിയും കൊച്ചുമക്കളായ 9 വയസ്സുകാരൻ അമാൻ ഷാ, 6 വയസ്സുകാരൻ മുഹമ്മദ് യാസർ എന്നിവരും മറ്റൊരു മുറിയിലാണ് കിടന്നത്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ശക്തമായ കാറ്റ് തുടങ്ങി ഷീറ്റ് തകർന്നയുടൻ ഇവർ മറ്റൊരു മുറിയിലേക്ക് മാറി. ഫർണിച്ചറും മറ്റു വീട്ടുപകരണങ്ങളും ഷീറ്റും ഹോളോ ബ്രിക്സും വീണ് തകർന്നു. വീട്ടിലെ വയറിങ്ങും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആദ്യമൊന്ന് ഷീറ്റ് കുറച്ച് പൊങ്ങി, പിന്നെ മൊത്തം അങ്ങ് പൊങ്ങി അങ്ങ് പോവുക. പിന്നെ പൊടിഞ്ഞ് വീഴുന്നത് കുഞ്ഞുങ്ങളുടെയൊക്കെ മേത്തോട്ട്. കുഞ്ഞുങ്ങളെല്ലാവരെയും കൂടെ പിടിച്ചൊടിക്കാൻ ബാത്റൂമും വാർപ്പായുള്ള അങ്ങോട്ട് കയറ്റി. എത്ര രൂപയുടെ നഷ്ടമുണ്ട്? എനിക്കൊന്നും പറയാൻ അറിയാത്തില്ല. അമ്പലപ്പുഴയിലെ ബേക്കറി തൊഴിലാളിയായ ഉസ്മാൻ കുഞ്ഞ് കുടുംബത്തോടൊപ്പം വർഷങ്ങളായി വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. നിരവധി സുമനസ്സുകളുടെ കാരുണ്യം കൊണ്ട് ഏതാനും മാസം മുൻപാണ് ഈ വീട് നിർമ്മിച്ചത്. ഇപ്പോഴും വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഇതിനിടയിലാണ് കൊടുങ്കാറ്റ് ദുരന്തത്തിന്റെ രൂപത്തിൽ വീണ്ടും ഈ കുടുംബത്തിനെ ദുരിതത്തിലാക്കിയത്. കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ ഇനി കുട്ടികളുമായി എങ്ങോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവർ. വീടിന്റെ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇവിടം സന്ദർശിച്ച പഞ്ചായത്ത് അംഗം ലേഖാമോൾ സനൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡ് 70 ചിറ വീട്ടിൽ ജോർജും കുടുംബവും.
എല്ലാം നഷ്ടപ്പെട്ട ഇവർ അധികൃതരുടെ കരുണ തേടുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് ജോർജിന്റെ വീടിന്റെ മേൽക്കൂര പറന്നുപോയത്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ പാരേക്കാട്ട് പാടശേഖരത്തിന്റെ ചിറയിലെ 3 സെന്റ് സ്ഥലത്താണ് ഇവരുടെ വീട്. ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയതോടെ മഴയിൽ വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. വീട് കെട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ എവിടെയെത്തില്ല, ആരും ഒരു സഹായത്തിനും എനിക്ക് ആരുമില്ലെന്ന്. ഞാനും 2 കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും മാത്രം ഇവിടെ താമസിക്കുന്നു. 2 പിള്ളേരുടെ എൻ്റെ കൂടെ മകളും മരിച്ചുപോയി. 2 പിള്ളേർ കുഞ്ഞുങ്ങളുമായിട്ട് ഞാനിവിടെ താമസിക്കുന്നത്. ഒരു നിവൃത്തിയില്ല, ഇത് അഴിച്ചു പോലും കിട്ടാനൊരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമായി. ഇപ്പം ജോലിയും വിലയൊന്നുമില്ല, വില വയ്ക്കാൻ പോലും നിവൃത്തിയില്ല. പറന്നു പോയത് ഒന്ന് മുറിച്ച് മാറ്റാൻ പോലും ഞങ്ങളെ 10 പൈസയില്ല. എന്തെങ്കിലും സർക്കാർ വന്ന് സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അവരൊക്കെ വന്ന് നോക്കിയേച്ച് പോയി. പഞ്ചായത്തുകാർ വന്ന്, വില്ലേജ് ഓഫീസർ വന്ന് എല്ലാവരും നോക്കിച്ച് പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പോയിരുന്ന വൃത്തിയിൽ. ജോർജും ഭാര്യ മഹേശ്വരിയും കൊച്ചുമക്കളുമാണ് ഇവിടെ താമസം. വീടിന്റെ മേൽക്കൂര തകർന്നതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ് കുടുംബം. വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു. തങ്ങളെ സഹായിക്കാൻ സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജോർജും കുടുംബവും. ഒരു കാലഘട്ടത്തിലും ഭരണഘടനയോട് കൂറു പുലർത്താത്തവരാണ് കോൺഗ്രസും നെഹ്റു കുടുംബവും എന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറോട് കോൺഗ്രസ് പാർട്ടി നീതി പുലർത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണഘടനാ അട്ടിമറിയും കോൺഗ്രസിന്റെ ജനാധിപത്യ ധ്വംസനവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണവും ജാഗ്രതാ സദസ്സും ആലപ്പുഴ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MT രമേശ്. നരേന്ദ്രമോദി സർക്കാരാണ് BR അംബേദ്കർക്ക് ഭാരതരത്ന ബഹുമതി നൽകി ആദരിച്ചതെന്നും AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറിന്റെ ഛായാചിത്രം പാർലമെന്റിൽ സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബാധിപത്യത്തിന്റെ വേരുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാപിച്ചത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണെന്നും MT രമേശ് ആരോപിച്ചു. ആ BR അംബേദ്കറെ അംഗീകരിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ആ ഭരണഘടന പ്രകാരം നിലനിൽക്കുന്ന പാർലമെന്റിന്റെ നേതൃത്വത്തിൽ നെഹ്റു കുടുംബത്തിന്റെ അവസാന അവകാശത്തെയും ഛായാചിത്രമുണ്ട്. പക്ഷേ ഭരണഘടന തയ്യാറാക്കിയുള്ള BR അംബേദ്കറുടെ ഛായാചിത്രം പാർലമെന്റ് സെക്രട്ടറി വരാൻ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകേണ്ടി വന്നു. അന്ന് വരെ ഒരാളും BR അംബേദ്കറുടെ ഛായാചിത്രം ഇന്ദിരാഗാന്ധിക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഭാരതത്തെ കൊടുക്കുന്നത്, BR അംബേദ്കർക്ക് ഭാരതത്തെ കൊടുക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ. BR അംബേദ്കറുടെ പേരിൽ ഒരു പ്രതിമ ഉണ്ടാക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറാക്കിയില്ല. നരേന്ദ്രമോദി സർക്കാരാണ് തയ്യാറാക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് BR അംബേദ്കറിനോടുള്ള ബഹുമാനക്കുറവിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം അത് ഭരണഘടനയോടുള്ള ബഹുമാനക്കുറവുകൂടിയാണ്. ഭരണഘടനയെല്ലാം BR അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് അതിന് കടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ഗവൺമെന്റുകൾ സ്വീകരിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K സോമൻ, ദേശീയ കൗൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ, ജില്ലാ നേതാക്കളായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, PK ഇന്ദുചൂടൻ, B കൃഷ്ണകുമാർ, PK വാസുദേവൻ, TK അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവഴിയിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തായാണ് സാമൂഹ്യ വിരുദ്ധർ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയുടെ സമീപത്തായി മാന്നാർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലും റോഡരികിലുമായിട്ടാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളും അതിലേറെ യാത്രക്കാരും കടന്നുപോകുന്ന റോഡരികിൽ വീടുകളിൽ നിന്നുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും കുട്ടികളുടെ ഡയപ്പർ അടക്കമുള്ള മാലിന്യങ്ങളുമാണ് കവറിൽ കെട്ടി നിക്ഷേപിക്കുന്നത്. ദുർഗന്ധം മൂലം ഈ വഴിയിലൂടെ മൂക്കുപൊത്താതെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടെ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകൾ പെരുകി പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നു. തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ക്ഷേത്ര ഉപദേശക സമിതി മാലിന്യം നീക്കം ചെയ്യാറുണ്ടെങ്കിലും
ഉത്സവം കഴിയുന്നതോടുകൂടി പഴയപടിയാവും. രാത്രികാലങ്ങളിൽ ഈ വഴി യാത്ര ചെയ്യുന്നവർ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് മൂലം തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പലതവണ അധികാര സ്ഥാനങ്ങളിൽ പരാതി നൽകിയെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ നാട്ടുകാർക്ക് അമർഷമുണ്ട്. നിരന്തരമായ ഒരു പ്രവണതയായിട്ട് മാറിക്കാണ്. ഇത് മാന്നാറിലെ ഏതോ കട ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. 2 ചാക്കുകളിലായിട്ടുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിക്ഷേപിച്ചേക്കുക. ഇത് നിരന്തരമായ ഒരു പരിപാടിയാണ്. ഇത് മാർഡോമ്പറും അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്ര സെക്രട്ടറി അങ്ങനെയുള്ള അവരെയൊക്കെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവരെല്ലാം വന്ന് ഇന്നലെ ഇത് കണ്ടതാണ്. അതുപോലെ മാന്നാറിലെ ഈ ഹരിതകർമ്മസേന ഉപയോഗിച്ച് നമ്മൾ മാന്നാറിലെ മൊത്തം വേസ്റ്റ് സംവിധാനം നമ്മൾ എടുക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ അതിന് പോലും കളങ്കം വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രവൃത്തി കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. നിറച്ച് വേസ്റ്റ് കൊണ്ടിരിക്കും. ഞങ്ങളുടെ അപ്പുറം വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും വേസ്റ്റാണ്. കുട്ടികളുടെ തന്നെ പാമ്പർ അങ്ങനെയുള്ള സകല സാധനങ്ങളും അവിടെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ ഒരു പഴയ വീടാണ് കിടക്കുന്നത്, അവിടെയുണ്ട്. അതുപോലെ ഇവിടെ സ്കൂൾ കുട്ടികളായാലും യാത്രക്കാരായാലും എല്ലാം നടന്നു പോകുന്ന വഴിയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇതാരായാലും ഇതിന് ഉടനടി നടപടി സ്വീകരിക്കണം. ആരെ ഇതിട്ടേന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അവർക്കെതിരെ തക്കതായ ശിക്ഷ നടപ്പിലാക്കണം. അതിനൊരു നിയമ നടപടി ഉണ്ടാകുന്നുണ്ട്. ഒരു ആരാധനാലയത്തിന്റെ സമീപത്ത് ഈ വിധം മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേസമയം മാലിന്യം നിക്ഷേപിക്കുന്ന ഭാഗങ്ങളിൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമെന്നും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ ഷൈന നവാസ് പറഞ്ഞു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവും ഉണർവ് പദ്ധതി പ്രകാരം നിർമ്മിച്ച കളിക്കളങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കളിക്കളങ്ങൾ ഒരുക്കിയത്. ഉണർവ് പദ്ധതി പ്രകാരം ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷട്ടിൽ കോർട്ട്, ക്രിക്കറ്റ് പിച്ച്, ടേബിൾ ടെന്നീസ്, വോളിബോൾ കോർട്ട് തുടങ്ങിയ കായിക ഉപാധികളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കളിക്കളങ്ങൾ ഒരുക്കിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണവും കളിക്കളങ്ങളുടെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. ലഹരിയുടെ ഉപയോഗവും അതിന്റെ ദോഷങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ അധ്യക്ഷയും സ്വാഗത പ്രാസംഗികയും വളരെ വിശദമായിട്ട് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊരു ലഹരി ഉണ്ടാകും. ആ ലഹരി മയക്കുമരുന്നാവരുത്, മദ്യമാകും. നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു ലഹരി ഇല്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റും. ഞങ്ങളുടെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച ലഹരി എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണ്. നമ്മളിന്ന് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ ആലോചിക്കും ഇന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി, അതിലെന്തൊക്കെയാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായത്, ആരോടെങ്കിലും അമര്യാദയായിട്ട് പെരുമാറേണ്ടി വന്നിട്ടുണ്ടോ, നാളെ ഈ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം. അങ്ങനെ മെച്ചപ്പെടുത്തുമ്പോഴാണ് ഞങ്ങൾക്കത് ലഹരിയായിട്ട് മാറും. നിങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ലഹരിയായിട്ട് എടുക്കാനായിട്ട് കഴിയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലമായിട്ട് പാഠപുസ്തകമായ മാത്രമല്ല. എന്ത് അഭ്യസിച്ചാലും അതിനൊരു ലഹരി ഉണ്ടാവും. ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S വിനോദ് കുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിമുക്തി മിഷൻ മാനേജർ M നൌഷാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, MR പ്രേം, R വിനീത, സിമി ഷാഫി ഖാൻ, Y പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സർക്കാരിതര സംഘടനകളും പൊതുസമൂഹവും അണിനിരക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആലപ്പുഴ സാമൂഹ്യനീതി വകുപ്പ് പുന്നപ്ര ആക്സ്പെക്ട് ഡി അഡിഷൻ സെന്ററിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിയുടെ വ്യാപനം കുറ്റകൃത്യങ്ങളുടെ തോതിൽ വലിയ വർധനവുണ്ടാക്കിയിട്ടുള്ളതായും രാസലഹരിയുടെ വ്യാപനം തടയുന്നതിനായി പ്രത്യേക ഇടപെടൽ ആവശ്യമാണെന്നും യോഗത്തിൽ മുഖ്യപ്രഭാഷകനായ ജില്ലാ നിയമസേവന അതോറിറ്റി സബ് ജഡ്ജ് പ്രമോദ് മുരളി പറഞ്ഞു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ്, ജില്ലാ പഞ്ചായത്ത് അംഗം P അഞ്ജു, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രദീപ്തി, IMA വുമൺസ് സെൽ സെക്രട്ടറി ഡോക്ടർ ശാലിമ കൈരളി തുടങ്ങിയവർ സംസാരിച്ചു.
ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃകാ നിയമസഭ കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറി. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്, ഗൈഡ്, വിമുക്തി എന്നിവയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ നമ്മുടെ സംസ്ഥാനത്ത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ കുറവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അതിനു പകരം ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവാണ് നമ്മുടെ കണക്കുകൾ നമ്മെ കാണിക്കുന്നത്. നാം ഇതിനുവേണ്ടി എടുക്കേണ്ടത് കൗമാരക്കാരെ ആദ്യം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ചുമതലയാണ് നാം ആദ്യം ഏറ്റെടുക്കേണ്ടത്. ഇതൊരു വ്യക്തിയുടെ മാനസിക നിലയെ തകർക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ്. ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃകാ നിയമസഭയിലെ രംഗങ്ങളാണ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറിയത്. അഞ്ജലി ജോസഫ് മുഖ്യമന്ത്രിയും നീനു മരിയ ചാക്കോ പ്രതിപക്ഷ നേതാവും അനുപമ അനിൽകുമാർ സ്പീക്കറും ലിയോ ജേക്കബ് ലൂക്ക വിദ്യാഭ്യാസ മന്ത്രിയുമായി. മുഖ്യമന്ത്രി അവതരിപ്പിച്ച ലഹരി വിരുദ്ധ പ്രമേയം സഭ ഏകകണ്ഠമായി പാസാക്കി. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ സഭ ഏറ്റുചൊല്ലി. സ്പീക്കറുടെ പ്രവേശനം, ദേശീയ ഗാനാലാപനത്തോടെ സഭാ നടപടികളുടെ ആരംഭവും അവസാനവും എന്നിവ കുട്ടികൾക്ക് പുതിയ അനുഭവമായി. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്, ഗൈഡ്, വിമുക്തി എന്നിവയുടെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബസലിക്ക അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി ബസ് സ്റ്റാൻഡ് കവല വഴി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ പി.കെ. അനീഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പോസ്റ്റർ രചനാ മത്സരം, പ്രശ്നോത്തരി എന്നിവയും നടത്തി. ലഹരി വിരുദ്ധ സമ്മേളനം ചമ്പക്കുളം സെന്റ് മേരീസ് ബസലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി പുതുവീട്ടിൽക്കളം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിബിച്ചൻ ജോർജ് സന്ദേശം നൽകി. ചാക്കോച്ചൻ വരാപ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിസ്റ്റർ കൊച്ചുറാണി, റാണി സേവ്യർ, മിനി സെബാസ്റ്റ്യൻ, അന്നമ്മ PC, ജിമ്മിച്ചൻ കല്ലൂരം എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ സമരകാഹളം മുഴക്കി എടത്വ പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്നും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കുമെന്നും മുദ്രാവാക്യമുയർത്തിയാണ് സമരകാഹളം പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി NSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരകാഹളം പരിപാടി സ്കൂൾ പ്രിൻസിപ്പാൾ തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, പഠനം ഞങ്ങൾ ലഹരിയാക്കും. സമരകാഹള റാലിയും പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ യുവദീപ്തിയുടെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബും സംഗീത നാടകാവിഷ്കരണവും നടന്നു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ സേവ്യർ ഇലവുമൂട്ടിൽ, പ്രധാനാധ്യാപിക അന്നമ്മ ജോസഫ്, പ്രോഗ്രാം ഓഫീസർ ബിൽജ ജോസ്, ഷിജോ സേവ്യർ, NSS വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി. വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങൾക്ക് വെർട്ടിക്കൽ ആക്സിൽ ഫ്ലോ പമ്പ് വിതരണം ചെയ്തു. 28.7 ലക്ഷം രൂപ വിനിയോഗിച്ച് കുന്നുമ്മ, മങ്കൊമ്പ് ഡിവിഷനുകളിലെ 600 പാടം, വടക്കേക്കരി, മാടത്താനിക്കരി പാടശേഖരങ്ങൾക്കാണ് പമ്പ് നൽകിയത്. വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ സബിത രാജേഷ്, ആശാദാസ്, അഡ്വക്കേറ്റ് പ്രീതി സജി, അംഗങ്ങളായ MV വിശ്വംഭരൻ, സന്ധ്യ സുരേഷ്, ആശാ ജോസഫ്, സൗമ്യ മോഹൻ എന്നിവർ സംസാരിച്ചു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് ജൂൺ 29 രാവിലെ 10 കുട്ടനാട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കും. മിനിമം യോഗ്യത +2 ഉള്ള 35 വയസ്സിൽ താഴെ പ്രായമുള്ള ITI, ഡിപ്ലോമ, ബിരുദ, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതയുള്ള കുട്ടനാട് താലൂക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. ഒറ്റത്തവണയായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആലപ്പുഴയിലെയും സംസ്ഥാനത്താകെയുമുള്ള എംപ്ലോയബിലിറ്റി സെന്റർ മുഖേനയും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആഴ്ചതോറും നടത്തുന്ന അഭിമുഖങ്ങൾ, ജോബ് ഫെയർ എന്നിവയിൽ പങ്കെടുക്കുന്നതിനുള്ള സോഫ്റ്റ് സ്കിൽ, കമ്പ്യൂട്ടർ പരിശീലനവും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും. യോഗ്യരായവർ ബയോഡേറ്റ, 250 രൂപ, ആധാർ കാർഡിന്റെ പകർപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവയുമായി ഹാജരാകണം.
കൂടുതൽ വിവരങ്ങൾക്ക് 047722302626 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കായംകുളം ഗവൺമെൻറ് ITIയിൽ NCVT അംഗീകാരമുള്ള മെട്രിക് ട്രേഡുകളിലേക്ക് പ്രവേശനത്തിനായി ITIadmissions.kerala.gov.in എന്ന പോർട്ടൽ മുഖേന അപേക്ഷിക്കാം. പ്രായപരിധി ബാധകമല്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് അസൽ രേഖകളുമായി തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിലെത്തി വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നിവയാണ് ട്രേഡുകൾ. അപേക്ഷാ ഫീസ് 100 രൂപ. അവസാന തീയതി ജൂൺ 29. കൂടുതൽ വിവരങ്ങൾക്ക് 0479244290 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിൽ വികസന സമിതിയുടെ കീഴിൽ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ നിയമിക്കുന്നു. പ്രായം 2024 ജൂൺ 1 25-നും 50-നും ഇടയിലായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി ജൂലൈ 11 ഉച്ചയ്ക്ക് 2 സൂപ്രണ്ട് ഓഫീസിൽ നടക്കുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6575 രൂപ, പവന് 52,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.